സേഫ് സൈനുലാബ്ദീൻ തുടരുന്നുണ്ട്. അവിടെ നിന്ന് സേഫ് പതാക ഉയർത്തൽ ചടങ്ങിലേക്ക് കടക്കുകയാണല്ലേ? അതെ അമൃത, CPM-ന്റെ എല്ലാ മുതിർന്ന നേതാക്കന്മാരും ഇവിടത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പോളിറ്റ് കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട്, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ MA ബേബി, അതുപോലെ തന്നെ ബൃന്ദ കാരാട്ട്, മുൻ ഇടതുമുന്നണി കൺവീനറും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ EP ജയരാജൻ, വ്യവസായ മന്ത്രി P രാജീവ്, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളാണ് P രാജീവും KN ബാലഗോപാലും, അവർ രണ്ടുപേരും ഉണ്ട്. അതുപോലെ തന്നെ സുഭാഷിണി അലി, ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ അംഗമായ സുഭാഷിണി അലി, അശോക് ധവള, കേന്ദ്ര കമ്മിറ്റി അംഗം മുതിർന്ന നേതാവായ AK ബാലൻ, പതാക ഉയർത്താൻ വേണ്ടി അദ്ദേഹം ഇങ്ങോട്ടത്തേക്ക് എത്തിച്ചേരുകയാണ്. അങ്ങനെ 24ാമത് പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രതിനിധി സമ്മേളനത്തിൻ്റെ പതാക CPM-ന്റെ മുതിർന്ന നേതാവ് കേന്ദ്ര AK ബാലൻ പതാക ഉയർത്താൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. പതാക അദ്ദേഹം ഉയർത്തുകയാണ്. എല്ലാ CPM-ന്റെ മുതിർന്ന എല്ലാ നേതാക്കളും, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, PB അംഗങ്ങൾ എല്ലാവരും ഇവിടെ ഈ വേദിയിൽ ഉണ്ട്. സതീദേവി, കേന്ദ്ര കമ്മിറ്റി അംഗമായ KK ശൈലജ, CS സുജാത, മുതിർന്ന നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി, അതുപോലെ തന്നെ P രാജീവ്, പ്രകാശ് കാരാട്ട്, S രാമചന്ദ്രൻപിള്ള, MA ബേബി, പ്രകാശ് കാരാട്ട്, S രാമചന്ദ്രൻപിള്ള, സുഭാഷിണി അലി അടക്കമുള്ള എല്ലാ മുതിർന്ന നേതാക്കളും ഇവിടെ എത്തിച്ചേർന്നു. അങ്ങനെ പതാക ഉയർത്തുകയാണ് അമൃത. കേന്ദ്ര കമ്മിറ്റി അംഗം മുതിർന്ന നേതാവായ AK ബാലനാണ് പതാക ഉയർത്തുന്നത്. അതിനൊപ്പം തന്നെ ഗാനം ആലപിക്കുകയും എല്ലാ പ്രതിനിധികൾ 530ഓളം പ്രതിനിധികൾ ആണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. അവർ എല്ലാവരും ഇവിടേക്കത്തേക്ക് ഈ സ്റ്റേജിന്റെ സൈഡിലായിട്ടാണ് നിൽക്കുന്നത്. എല്ലാവരും സമയത്തിന് അകം തന്നെ ഇങ്ങോട്ടത്തേക്ക് എത്തിച്ചേരും. അങ്ങനെ CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള പതാക ഉയർത്തൽ ചടങ്ങ് അതിലേക്ക് കടക്കുകയാണ്. ശേഷമാണ് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്ററായ പ്രകാശ് കാരാട്ട് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത്. പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തതിനു ശേഷമാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സംഘടനാ രാഷ്ട്രീയ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത്. സംഘടനാ രാഷ്ട്രീയ റിപ്പോർട്ടിന് ശേഷമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കുന്ന രേഖ, നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്ന രേഖ മുഖ്യമന്ത്രി അവതരിപ്പിക്കുന്നത്. ഒരുപക്ഷെ ഈ സംസ്ഥാന സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രേഖയായത് മാറും. 4 മണിക്കൂർ നീണ്ട ചർച്ച, 4 മണിക്കാണ് ഇത് അവതരിപ്പിക്കുന്നത്. അതിനുശേഷം 4 മണിക്കൂർ നീണ്ട ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. ഒരുപക്ഷെ അത് നാളെ ആയിരിക്കും. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇപ്പോൾ സംസാരിക്കുകയാണ്. കോൺഗ്രസിന്റെ മുന്നോടിയായുള്ള കേരള സംസ്ഥാന സമ്മേളനത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ പതാക ഉയർത്തുകയാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി വർഗ പോരാട്ടങ്ങളിൽ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിച്ച് ധീരരായ നേതൃത്വവുമായി പോരാളികളായി നിലകൊണ്ട CPM-ന്റെ ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരി, സംസ്ഥാന സെക്രട്ടറി പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ, പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തായി ഒരു ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ച സഖാക്കൾ ആനത്തലവട്ടം ആനന്ദൻ, സഖാവ് MM ലോറൻസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ കാലയളവിൽ നമ്മെ വിട്ടുപിരിഞ്ഞു. തീർത്താൽ തീരാത്ത നഷ്ടം ഈ പാർട്ടിക്ക് ഉണ്ടായി. ഈ എല്ലാ പാർട്ടി നഷ്ടങ്ങളെയും പാർട്ടിയുടെ കൂട്ടായ്മയിലൂടെ അതിജീവിച്ച് പാർട്ടി മുന്നോട്ടേക്ക് നീങ്ങുകയാണ്. 24ാം പാർട്ടി കോൺഗ്രസ് ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലേക്ക്
കടക്കാൻ പോകുന്ന സമയം കേരളത്തിലെ പാർട്ടിയെ മുന്നോട്ടേക്ക് നയിക്കാൻ പ്രാപ്തമാകുന്ന തീരുമാനങ്ങളും നിലപാടുകളുമായി 4 ദിവസം മുന്നോട്ട് നിൽക്കുന്ന പാർട്ടി സംസ്ഥാന സമ്മേളനം മാറും. അതിൻ്റെ മുന്നോടിയായാണ് ഇവിടെ പതാക ഉയർത്തൽ ചടങ്ങ് നടക്കുന്നത്. എല്ലാ ഈ പാർട്ടിയുടെ സംഘ കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന സഹാക്കൾ, ആദരവോടെ ക്ഷണിക്കപ്പെട്ട മറ്റ് നേതാക്കൾ, രക്തസാക്ഷി കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ പാർട്ടി സഹാക്കളെ ആകെ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പതാക ഉയർത്തുന്നതിന് CPM-ൻ്റെ സെൻട്രൽ കമ്മിറ്റി അംഗവും പാർട്ടിയുടെ സീനിയർ നേതാക്കൾ ആദരപൂർവ്വം ക്ഷണിക്കുക.